യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ മൂന്നാമത്തെ യാചനയാണ് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന യാചന. പിതാവായ ദൈവമേ, അങ്ങയുടെ തിരുമനസ്, പുത്രനായ ദൈവമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഭൂമിയിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ആരാണ് പിതാവിൻ്റെ ഇഷ്ടം? ആരാണ് പുത്രൻ്റെ ഇഷ്ടം? പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് പുത്രനായ ദൈവത്തിൻ്റെ ചൈതന്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ പറഞ്ഞു, രാജ്യം വരണമേ എന്ന പ്രാർത്ഥന പുത്രന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അങ്ങയുടെ മനസ്സ് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് പിതാവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടുള്ള പ്രാർത്ഥന, പുത്രനായ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, പുത്രന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. മൂന്നാമതായി ഇതാ അവിടുത്തെ മനസ്സ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പരിശുദ്ധ ത്രിത്വമാണെന്ന് പഠിപ്പിക്കുന്ന സഭയിൽ പരിശുദ്ധ ത്രിത്വത്തോടുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന എന്ന് ചുരുക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ദൈവത്തിൻ്റെ ചൈതന്യം ഭൂമിയിൽ നിറഞ്ഞു നിന്നു. രൂപരഹിതമായതിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിന്നപ്പോൾ, അടയിരുന്നപ്പോൾ, രൂപമില്ലാത്തതിന്, ക്രമം തെറ്റിക്കിടന്നതിന് ക്രമം ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയാണ്.
എല്ലാം മരിച്ചു കിടക്കുകയാണ്. ഒന്നിനും ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് ജീവശ്വാസം പ്രവഹിച്ചപ്പോൾ, കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ അവയ്ക്കെല്ലാം ജീവനുണ്ടാവുകയും ഒരു സൈന്യനിരയായി ഉയർന്നു നിൽക്കുകയും ചെയ്തു. സ്വർഗം മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ്, ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വന്ന് നിറയപ്പെടട്ടെ എന്ന ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പിതാവേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തെ നയിക്കുന്ന ആത്മാവ് എൻ്റെ ഹൃദയത്തെ നയിക്കട്ടെ, എൻ്റെ ജീവിതത്തെ നയിക്കട്ടെ. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കട്ടെ. ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ വായിക്കുന്നു, ജോർദാനിൽ ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ വന്നിറങ്ങുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. ഈശോയെ പ്രാർത്ഥിക്കുവാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ്, പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിന് അവന് ശക്തി നൽകിയ പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവർ, ഈ ആത്മാവ് നിറയപ്പെടേണ്ടതിൻ്റെ അത്യാവശ്യം എന്താണ്? എന്തുകൊണ്ടാണ് സ്വർഗത്തെ നയിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമായ പരിശുദ്ധാത്മാവ് എന്നിലും നിറയപ്പെടണം എന്ന് പറയുന്നത്? കാരണം പൗലോസ് പറയുകയാണ്, ഗലാത്യർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 5-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങൾ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. കാരണം നമ്മുടെ ഉള്ളിൽ ജഡത്തിൻ്റെ ദുരാശകൾ ഒരു വശത്ത്, നമ്മെ തിന്മയിലേക്ക് വലിച്ചഴയ്ക്കുന്ന ജഡത്തിൻ്റെ ദുരാശകളുണ്ട്. പൗലോസ് തുടരുകയാണ്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. കണ്ണുകളുടെ ദുരാശയുണ്ട്, ജഡത്തിൻ്റെ ദുരാശകളുണ്ട്, ജീവിതത്തിൻ്റെ അഹന്തകളുണ്ട്. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ജഡത്തിൻ്റെ അഭിലാഷങ്ങളാണ് വ്യഭിചാരവും അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും. അങ്ങനെ ജഡത്തിൻ്റെ ദുരാശകൾ, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പൗലോസ് റോമാക്കാർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയും, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നു. ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ, മാംസത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറയുന്നു, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ, ആത്മാവിൻ്റെ ഇഷ്ടങ്ങളാൽ നയിക്കപ്പെടുന്നവൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരാളായി, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നയിക്കപ്പെടുന്ന ഒരാളായി എന്നെ മാറ്റണമേ. അങ്ങനെ എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ. കർത്താവിൻ്റെ ഒരു കുഞ്ഞാക്കി എന്നെ മാറ്റണമേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഈശോ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ തിരുവചനം, ആത്മാവാണ് ജീവൻ നൽകുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നിറയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ജീവൻ, നിത്യജീവൻ, സ്വർഗീയ ജീവൻ നമ്മളിൽ ഉണ്ടാകുന്നത്. ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മനസ്സാണ്, കർത്താവിൻ്റെ ഇഷ്ടമാണ്. നമുക്കറിയാം, വചനമെഴുതിയത് പരിശുദ്ധാത്മാവാണ്. വചനമെന്ന് പറയുന്നത് ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ എപ്രകാരമാണോ ദൈവ തിരുമനസ് നിറവേറിയത്, അതുപോലെ എന്നിൽ ദൈവ തിരുമനസ് നിറവേറണം. ആത്മാവ് വന്നിറങ്ങണം. അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ, സ്ലീഹന്മാരിൽ പരിശുദ്ധാത്മാവ് നിറയുകയും അവരെ നയിക്കുകയും ചെയ്തതുപോലെ, എന്നിലും പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയും എന്നെ നയിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് എഴുതുകയാണ്, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നിനക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കണമോ, നീ ജഡത്തിൻ്റെ ദുരാശകളുടെ പിറകെ പോകരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് നിന്റെ അനുഗ്രഹത്തിൻ്റെ കാരണം. അപ്പോൾ ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. 8:9 ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. റോമ 8:11 നമ്മൾ വായിക്കുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ്, പ്രിയപ്പെട്ടവരെ, ഈശോയെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളെയും ഉയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവിൻ്റെ മനസ്സ് വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറഞ്ഞു നിൽക്കണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ അത് ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമാണ് സഭയിൽ നിറവേറേണ്ടത്. 2 പേരെ പ്രത്യേകമായി വചന ശുശ്രൂഷയ്ക്ക് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു. അവർ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഭൂമിയിലും ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ നടക്കുന്നത്, മനുഷ്യൻ്റെ തീരുമാനമല്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. പൗലോസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യയിൽ വചനം പ്രഘോഷിക്കാൻ പോകണം, പദ്ധതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആത്മാവ് അവന് നിർദ്ദേശം കൊടുത്തു, പോകരുത്. അപ്പോൾ പുറമേ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ആത്മാവ് പറയുന്നു ചെയ്യരുത്. നമ്മുടെ കണക്കുകൂട്ടലുകളിൽ നല്ലതെന്ന് തോന്നുന്നതെല്ലാം ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നല്ലതാകണമെന്നില്ല. അപ്പോൾ നീ എന്തു ചെയ്യും?
പ്രാർത്ഥിക്കണം. ദൈവമേ, സ്വർഗത്തിലെ പോലെ നിന്റെ തിരുമനസ് ഭൂമിയിലും നിറവേറട്ടെ. ദാവീദ് രാജാവ് വളരെ നല്ലൊരു കാര്യം ചെയ്യണമെന്നാഗ്രഹിച്ചു, വളരെ വലിയൊരു കാര്യം ചെയ്യണമെന്നാഗ്രഹിച്ചു. ദൈവത്തിന് വേണ്ടി ഒരാലയം പണിയണം, മനോഹരമായ ഒരാലയം പണിയണം. അതിന് ആവശ്യമുള്ളതെല്ലാം അവൻ ഒരുക്കി വെച്ചു. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് അവനൊരു നിർദ്ദേശം കൊടുത്തു. നീ ദൈവത്തിന് വേണ്ടി ആലയം പണിയണ്ട, നിന്റെ പുത്രൻ അത് പണിതുകൊള്ളും. പുറമേ നല്ലതെന്ന് ദാവീദിന് നല്ലതെന്ന് തോന്നിയ കാര്യം കർത്താവിൻ്റെ ആത്മാവ് അവനോട് പറഞ്ഞു, നീയല്ല അത് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ ധ്യാന ശുശ്രൂഷകൾക്ക് വേണ്ടി സന്ദേശങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു സന്ദേശം ലഭിക്കാറുണ്ട്, നീയല്ല, നിങ്ങളല്ല അതിനു വേണ്ടി പോകേണ്ടത്. കർത്താവിൻ്റെ ഹിതമാണ്. മനുഷ്യന് നന്മയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ പോകണം, സുവിശേഷം പ്രഘോഷിക്കണം, മിഷൻ പ്രവർത്തനം ചെയ്യണം, ഇന്ന ഇടങ്ങളിൽ പോകണം, ഇന്ന സമയത്ത് പോകണം. മനുഷ്യൻ പദ്ധതികൾ ഒരുക്കുന്നു. ഈ പദ്ധതികളിൽ ഒക്കെ കർത്താവിൻ്റെ ഹിതമന്വേഷിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ്. എല്ലാ നല്ല കാര്യങ്ങളും, മാനുഷികമായ കണക്കുകൂട്ടലുകളിലെ എല്ലാ നല്ല കാര്യങ്ങളും കർത്താവിൻ്റെ കണക്കുകൂട്ടലുകളിൽ നല്ലതാകണമെന്ന് നിർബന്ധമില്ല. ചില ജോലികൾ തിരഞ്ഞെടുക്കാൻ, നല്ലതെന്ന് തോന്നുന്ന ചില ജോലികൾ, നല്ലതെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങൾ, നീ ആരുടെ മനസ്സാണ് അന്വേഷിക്കുന്നത്? നല്ലതെന്ന് തോന്നുന്ന ചില കോഴ്സുകൾ, നിന്റെ മുൻപിൽ ഏത് കോഴ്സ് എടുക്കണമെന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നു. ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് നിനക്ക് വ്യക്തത ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ വ്യക്തതയുണ്ട്, ഇന്ന കാര്യം നല്ലതാണെന്ന് വ്യക്തതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായി നീ ആരെ ആശ്രയിക്കും? നിന്റെ ജീവിതത്തിൽ നല്ലതേതെന്നും തിന്മ ഏതെന്നും നീ എങ്ങനെ വേർതിരിച്ചറിയും? ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകേണ്ട, സെറ്റിലായിട്ട് മതി കുട്ടികളെന്ന് നീ നിന്റെ മാനുഷികമായ കണക്കുകൂട്ടലുകളിൽ തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിനക്ക് ഇഷ്ടപ്പെട്ടു, ശാരീരികമായ അട്രാക്ഷനുള്ള ഒരാളാണ്, നന്മകളുള്ള ഒരാളാണ്, നിനക്ക് വിവാഹം ചെയ്യണമെന്ന് തോന്നുന്നു. നീ ദൈവത്തോട് ആലോചന ചോദിക്കുമോ? ദൈവമേ, എനിക്ക് വേണ്ടി നീ ഒരുക്കി വച്ചിരിക്കുന്ന ജീവിത പങ്കാളി ഇയാളാണോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യം മുതൽ എല്ലാ കാര്യങ്ങളെയും സ്പർശിക്കുന്ന, തൊടുന്ന ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ, അങ്ങയുടെ തിരുമനസ് നിറവേറപ്പെടട്ടെ എന്ന പ്രാർത്ഥന. ഗെത്സെമനി തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. ദൈവമേ, പിതാവേ, എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറപ്പെടട്ടെ. എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ തീരുമാനങ്ങളല്ല, എൻ്റെ കണ്ണിൻ്റെ ആകർഷണങ്ങളല്ല, എൻ്റെ ബുദ്ധിയുടെ കണക്കുകൂട്ടലുകളല്ല. എന്നെക്കുറിച്ച് നിനക്കൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ആ പദ്ധതി എൻ്റെ നാശത്തിനുള്ളതല്ല, എനിക്ക് ശുഭകരമായ ഭാവിയും എനിക്ക് പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിറവേറട്ടെ. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക്, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ കേട്ട ഈ വചനം പരിശുദ്ധ അമ്മയിൽ വചനം മാംസം ധരിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ നമ്മളിൽ ഓരോരുത്തരിലും മാംസം ധരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാലടിയിലും അങ്ങയുടെ ഇഷ്ടമെന്തെന്ന് അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിൽ എന്നതുപോലെ എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ദേശത്തിലും നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.